ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും അപ്പത്തിനായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കലോട് കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 180 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് സവാളയിൽ റെഡിയാക്കി എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളി വെച്ച് റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഈ വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ പീസിലാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് ഒരു 12 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ മുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പുളി ഒരു അല്പം മുന്നേ നിൽക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. കുറച്ചുകൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളക് ചുട്ടരയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലിത് റെഡിയാക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കണ്ടില്ല, എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചൂടിൽ കറിവേപ്പില ഒന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായി നരഞ്ഞു പോകണ്ട. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ മണം പോലെ തന്നെ കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ. ഇത്രയും ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്. അങ്ങനത്തെ കണ്ടില്ലേ, നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഇത് പല രീതിയിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏത് രീതിയിൽ റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉള്ളി മുളക് ചമ്മന്തിക്ക്. ഇനി ഓരോരോ വെറൈറ്റികളായിട്ട് നമ്മൾ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.